പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ശ്രീമൻ പി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് 5 വർഷത്തെ കാലാവധിയും കൂടി ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് നിർബന്ധിത വിരമിക്കൽ നൽകിയ ഒരു തീരുമാനം പുറത്തേക്ക് വരികയുണ്ടായി. അത് വളരെ അത്യസാധാരണമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് ഒരു റൂൾ 56A പ്രകാരം പൊതുജന താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഈ അഴിമതിക്കാരെ ഇതുപോലെ സർവീസിൽ നിന്ന് മാറ്റുന്ന ഒരു നടപടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അത് വന്നതിനെ തുടർന്ന് ഈ CPM കേന്ദ്രങ്ങൾ അത് വലിയ തോതിൽ അവർ ചർച്ചയാക്കിയിട്ടുണ്ട്. അതിൽ ദേശാഭിമാനിയുടെ വാർത്ത തന്നെ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ രാഷ്ട്രീയം കളിച്ച ഉദ്യോഗസ്ഥൻ നാണം കെട്ട് പുറത്ത്. അതാണ് ദേശാഭിമാനിയുടെ വാർത്ത. നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ED ഉദ്യോഗസ്ഥൻ അഴിമതി കേസിൽ സർവീസിൽ നിന്ന് പുറത്ത്. ED ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെയാണ് റെയ്ഡ്, വിവരം ചോർത്തലടക്കമുള്ള കുറ്റം കണ്ടെത്തി പുറത്താക്കിയത്. 5 വർഷം സർവീസ് ബാക്കി നിൽക്കെയാണ് ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നടപടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാഷ്ട്രപതി ഈ ഉത്തരവിൽ ഒപ്പുവെച്ചത്. 3 പതിറ്റാണ്ടിലേറെ തിരുവനന്തപുരം, കൊച്ചി ED ഓഫീസുകളിൽ വിവിധ ചുമതലകൾ വഹിച്ചിരുന്നു. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ മോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനകൾക്ക് ചുക്കാൻ പിടിച്ചത് രാഷ്ട്രീയക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാർത്ത അങ്ങ് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ആ വാർത്തയിലൂടെയെല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത് പോലെയുള്ള കേസുകളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെയുള്ള ആളുകളെ അനധികൃതമായി കേസിൽ കുരുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള പി രാധാകൃഷ്ണനെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫ് മിഷൻ അതുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് ആണ് അയാളെ പിരിച്ചുവിട്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തുടക്കത്തിൽ തന്നെ അതിനകത്തൊരു അസ്വാഭാവികം എന്ന് മാത്രമല്ല, പത്രങ്ങളിലൊക്കെ വന്ന, മനോരമയിലൊക്കെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചു ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ തുടക്കത്തിൽ തന്നെ ഒരു അസ്വാഭാവികത നമുക്ക് തോന്നുന്നത് എന്താ സുഹൃത്തുക്കളെ? ആ അസ്വാഭാവികത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കള്ളക്കടത്ത് കേസിലുമൊക്കെ മുഖ്യമന്ത്രിയെ കുരുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ മോദി സർക്കാർ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രിയെ കുരുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് മോദി സർക്കാരിൻ്റെ ശത്രുവല്ലേ പിണറായി വിജയൻ? അപ്പോൾ മോദി സർക്കാരിൻ്റെ ശത്രുവായിട്ടുള്ള പിണറായി വിജയനെ കുരുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് മോദി സർക്കാർ പോസിറ്റീവായിട്ടല്ലേ എടുക്കുക? അപ്പോൾ മോദി സർക്കാരിൻ്റെ പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യം ചെയ്തൊരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് പിരിച്ചുവിടുന്നത് എന്നുള്ളൊരു സംശയം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാവും. എന്തായാലും CPMൻ്റെ ഈ അടിമ കമ്മികളായിട്ടുള്ള ഒരു KJ ജേക്കബോ എന്നൊക്കെ പറഞ്ഞ ഒരുത്തനും കൂടെ ചേർന്നിട്ട് വലിയ വിപ്ലവകരമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം M ശിവശങ്കരനെ ഇയാളാണ് അറസ്റ്റ് ചെയ്തത്, അതുപോലും തെറ്റായിപ്പോയി. M ശിവശങ്കരൻ വെള്ളരി പ്രാവാണ്, കാവൽ മാലാഖയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ പച്ചക്കള്ളമാണ് ഈ CPMകാരെ നടത്തുന്ന പ്രചരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പി രാധാകൃഷ്ണനെ നേരത്തെ കേരളത്തിൽ നിന്ന് ED ഇടപെട്ട് ഒന്ന് സ്ഥലം മാറ്റിയിരുന്നു. അയാളെ അവിടെ നിന്നോ പിന്നീട് ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റി. പ്രൊമോഷനോടുകൂടി സ്ഥലം മാറ്റിയപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് അയാൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ കേൾക്കാത്ത കാര്യമാണ്. അയാൾക്ക് കൊച്ചിയിൽ തന്നെ തുടരാനായിരുന്നു താല്പര്യം എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നയതന്ത്ര ചാനലിൽ കൂടിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ കരിവന്നൂർ ബാങ്കിലെ വലിയ തോതിലുള്ള കവർച്ച, അതെല്ലാം അന്വേഷിച്ചു കൊണ്ടിരുന്നത് കൊച്ചി സോണൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള പി രാധാകൃഷ്ണനായിരുന്നു. ആ പി രാധാകൃഷ്ണനെയാണ് ഇപ്പോൾ പ്രസിഡന്റ് ഇടപെട്ട് നിർബന്ധിത വിരമിക്കൽ നൽകിയിരിക്കുന്നത്. ആ പി രാധാകൃഷ്ണനാണ് പിണറായി വിജയനെ കുറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു കോൺട്രഡിക്ഷനാണ് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസും, പ്രധാനമായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ കരിവന്നൂർ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ അത് അവസാനമായപ്പോഴത്തേക്കും അത് കഴിഞ്ഞില്ല. എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പിണറായി വിജയൻ അനുകൂലമായി അട്ടിമറിക്കാൻ നിർണായകമായിട്ടുള്ള റോള് വഹിച്ച
പിണറായി വിജയൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഒരു വിശ്വസ്തനായിരുന്നു പി രാധാകൃഷ്ണൻ എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തു, 1.5 വർഷക്കാലം ജയിലിലിട്ടു. സ്വാഭാവികമായും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എം ശിവശങ്കരൻ മാത്രം താല്പര്യം കാണിച്ച് സ്വർണം കള്ളക്കടത്താൻ ശ്രമിക്കില്ലല്ലോ സുഹൃത്തുക്കളെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ സർവതന്ത്ര സ്വതന്ത്രമായി നയന്ത്ര ചാനലിലൂടെ സ്വർണം കള്ളക്കടത്ത് നടത്താൻ ശ്രമിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ സുഹൃത്തുക്കളെ? അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രബലനും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള എം ശിവശങ്കരനും നയതന്ത്ര ചാനലിൽ കൂടി സ്വർണം കള്ളക്കടത്ത് നടത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന സമയത്ത് ഏതോ ഒരു ബാഗേജ് ഈ സ്വതന്ത്ര ചാനലിലൂടെ അന്ന് വിദേശത്ത് ഗൾഫിലുണ്ടായിരുന്ന പിണറായി വിജയന് കൊടുത്തു എന്നുവരെ കണ്ടെത്തിയിട്ടും അന്ന് പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ശ്രമം നടത്താതിരുന്നത് ദുരൂഹമല്ലേ സുഹൃത്തുക്കളെ? കാരണം ശിവശങ്കരൻ്റെ സ്വന്തം താല്പര്യപ്രകാരം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമല്ലോ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബാഗ് അങ്ങോട്ട് കൊടുത്തു വിട്ടപ്പോൾ പിണറായി വിജയൻ ഗൾഫിലുണ്ടായിരുന്നു. ആ പിണറായി വിജയനെ ഒരു തവണ പോലും ചോദ്യം ചെയ്തില്ല. ആ പിണറായി വിജയൻ ഒരു ചോദ്യാവലി പോലും അയച്ചു കൊടുത്തില്ല. അപ്പൊ സ്വാഭാവികമായും അതിൽ കള്ളക്കളി ഉണ്ടായിരുന്നുള്ളത് വ്യക്തമല്ലേ? പകൽ പോലെ വ്യക്തമല്ലേ? ആ കേസ് സ്വപ്നയിലും ശിവശങ്കരിലും ഒതുക്കി നിർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച പിണറായി വിജയനുമായിട്ട് പോലും ഡയറക്റ്റ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പി രാധാകൃഷ്ണൻ എന്നുള്ളത് നേരത്തെ തന്നെ അത് സംബന്ധിച്ചുള്ള തെളിവുകളുണ്ടായിരുന്നു. അയാളെ ഇതിനു മുമ്പ് ചെന്നൈയിലേക്കൊക്കെ മാറ്റുമ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ അയാളുടെ ഫോൺ സംഭാഷണങ്ങൾ എല്ലാം പരിശോധിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അയാൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതിൻ്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. റെയ്ഡ് പോലുള്ള കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആ നടക്കുന്ന സമയത്തൊക്കെ തന്നെ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചോർത്തി കൊടുത്തുകൊണ്ടിരുന്ന ED-യിലെ ഉദ്യോഗസ്ഥനായിരുന്നു പി രാധാകൃഷ്ണൻ. അങ്ങനെയാണ് അയാളെ ഇവിടുന്ന് മാറ്റിയിട്ട് അയാൾ പിന്നീട് തിരിച്ചു അയാളുടെ സ്വാധീനം കൊണ്ട് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അയാൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് കൊള്ള അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അയാൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്ന ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. ആ പി രാധാകൃഷ്ണനെതിരെ ധനകാര്യ വകുപ്പ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ട് അയാളെ പിരിച്ചുവിട്ടു. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മകൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കള്ളപ്പണം വെളുപ്പിച്ച കേസ് ഉൾപ്പെടെ അട്ടിമറിച്ചത് ഇയാളാണ് എന്നുള്ള വിവരം കേൾക്കുന്നുണ്ട്. സ്വപ്ന സുരേഷിനെ പോലുള്ളവർ വളരെ കൃത്യമായി ഇയാൾ ആണ് പിണറായി വിജയന് വേണ്ടി ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്, അട്ടിമറി ശ്രമങ്ങൾ മുഴുവൻ നടത്തിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ മജിസ്ട്രേറ്റിന് കൊടുത്തിട്ടുള്ള 164 സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കാൻ പോലും ഈ രാധാകൃഷ്ണൻ അവരുടെ മേൽ സ്വാധീനം ചെലുത്തി എന്നുള്ള ആരോപണങ്ങൾ ഉണ്ട്. ഏതാണ്ട് 30 കോടി രൂപ കൊടുത്തിട്ടാണ് ഈ അന്വേഷണം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. സ്വപ്ന സുരേഷ് പലതവണ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയനെയും കൂട്ടരെയും പിണറായി വിജയനെയും പ്രഭൃതികളെയും ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്നും കേസിൽ നിന്നും ഡോളർ കള്ളക്കടത്ത് കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പി രാധാകൃഷ്ണൻ. അത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അയാളെ പിരിച്ചുവിട്ടപ്പോൾ ഈ അടിമ കമ്മികൾ, ഈ KJ ജേക്കബിനെ പോലുള്ള കമ്മികൾ വന്നിട്ട് പിണറായി വിജയനെ കുരുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനാണ് ഇയാൾ, അതുകൊണ്ടാണ് ഇയാളെ പിരിച്ചുവിട്ടെന്നുള്ള നട്ടാൽ കുരുക്കാത്ത നുണ ഇപ്പോഴും ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ നിമിഷ നേരത്തെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അതെല്ലാം പോകും.
പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളായിരുന്നു ഈ ഇ.ഡിയിൽ നിന്ന് ഇപ്പോൾ നിർബന്ധിതമായിട്ടും പുറത്താക്കിയിരിക്കുന്ന ഈ പി രാധാകൃഷ്ണൻ എന്നുള്ള നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യം ജനങ്ങളും എൻ്റെ പ്രേക്ഷകരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.